ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവം. പത്രികാ സമർപ്പണം തുടരുന്നു. പ്രത്യാശയുടെ സന്ദേശം പകർന്ന് ക്രൈസ്തവ സമൂഹം നാളെ ഈസ്റ്റർ ആഘോഷിക്കും. രാജ്യമാകെ ഐത്തോച്ചാടന സമരങ്ങൾക്ക് മാർഗദീപം കൊളുത്തിയ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചിട്ട് ഇന്ന് 100 വർഷം. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. മുൻ പ്രധാനമന്ത്രിമാരായ ചൌധരി ചരൺ സിംഗ്, PV നരസിംഹറാവു, ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂർ, ശാസ്ത്രജ്ഞൻ MS സ്വാമിനാഥൻ എന്നിവർക്കാണ് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന സമ്മാനിച്ചത്. ഇവരുടെ ബന്ധുക്കൾ പരമോന്നത പുരസ്കാരം ഏറ്റുവാങ്ങി. മുൻ ഉപപ്രധാനമന്ത്രിയും BJP നേതാവുമായ LK അദ്വാനി അനാരോഗ്യത്തെ തുടർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങാൻ എത്തിയില്ല. അദ്ദേഹത്തിന് പിന്നീട് പുരസ്കാരം സമ്മാനിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഇതിനുശേഷം അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കും. 17 സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപ് ഉൾപ്പെടെ 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളിലും ഏപ്രിൽ 19 വോട്ടെടുപ്പ് നടക്കും. ബീഹാറിൽ അടുത്ത മാസം 2 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ഇന്ന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി തുടരുന്നു. LDF, UDF, NDA സ്ഥാനാർത്ഥികൾ മണ്ഡല പര്യടനത്തിലാണ്. വാഹന പര്യടനത്തിലൂടെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനാണ് സ്ഥാനാർത്ഥികൾ ശ്രമിക്കുന്നത്. കടുത്ത ചൂടിനെ അവഗണിച്ചാണ് പ്രചാരണം നടക്കുന്നത്. താപനില ഉയരുന്ന സാഹചര്യത്തിൽ ഉച്ചസമയം പരമാവധി ഒഴിവാക്കിയാണ് പര്യടനം ക്രമീകരിച്ചിരിക്കുന്നത്. പ്രചാരണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്ന റാലികളും പൊതുയോഗങ്ങളും 3 മുന്നണികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടിക്ക് ഇന്ന് തുടക്കമായി. രാവിലെ LDF നെയ്യാറ്റിങ്കര മണ്ഡലം കൺവെൻഷൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 20 മണ്ഡലങ്ങളിലും പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രിയുടെ പര്യടനം അടുത്ത മാസം 22 കണ്ണൂരിലാണ് സമാപിക്കുക. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ നേതൃത്വത്തിലാണ് UDFന്റെ പ്രചാരണ പരിപാടികൾ. NDAയ്ക്ക് വേണ്ടി ദേശീയ നേതാക്കൾ പ്രചാരണത്തിനെത്തും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്ത് പ്രചാരണ യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. ആറ്റിങ്ങലിൽ NDA സ്ഥാനാർത്ഥി V മുരളീധരൻ പത്രിക സമർപ്പിച്ചു. ചാലക്കുടിയിൽ ഇടത് സ്ഥാനാർത്ഥി പ്രൊഫസർ രവീന്ദ്രനാഥും പത്രിക സമർപ്പിച്ചു. പത്തനംതിട്ടയിൽ ഇടത് സ്ഥാനാർത്ഥി TM തോമസ് ഐസക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവനും പത്രിക നൽകി. തലസ്ഥാന ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി തുടരുന്നു. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളും ഇന്ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തും. സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ ശശി തരൂർ രാവിലെ കവടിയാർ ആദായ നികുതി വകുപ്പ് ഓഫീസിലേക്കുള്ള കോൺഗ്രസിന്റെ മാർച്ചിൽ പങ്കെടുത്തു. തുടർന്ന് UDF പാപ്പനംകോട് വാർഡ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. വൈകുന്നേരം കേശവദാസപുരം ജുമാ മസ്ജിദ്, സത്യൻ സ്മാരക ഹാൾ, മുസ്ലിം അസോസിയേഷൻ ഹാൾ എന്നിവിടങ്ങളിൽ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കും. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ രാവിലെ നെയ്യാറ്റിങ്കര ടൗൺ സന്ദർശിച്ചു. തുടർന്ന് തിരുവനന്തപുരം തിരുവല്ലം മൈതാനത്ത് നടക്കുന്ന പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും. അതിനുശേഷം പേട്ട സന്ദർശിക്കും. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ രാവിലെ നെയ്യാറ്റിങ്കരയിൽ എക്സ് സർവീസ് കുടുംബയോഗത്തിൽ പങ്കെടുത്തു. പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മീറ്റ് ദ പീപ്പിൾ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് കരമന BMS ഡ്രൈവേഴ്സ് യൂണിയന്റെ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. ത്രികോണ മത്സരത്തിന് വേദിയൊരുങ്ങുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ഇന്ന് രാവിലെ 6:30 എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൌണ്ടിൽ പ്രഭാത സവാരിക്കെത്തുന്നവരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് ഇരിങ്ങാലക്കുട ആളൂർ പഞ്ചായത്തിലാണ് ഇന്ന് പര്യടന പരിപാടികളുമായി മുന്നോട്ടു പോകുന്നത്. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജനങ്ങളെ നേരിട്ട് കാണുന്നതിന്റെ ഭാഗമായി നാട്ടികയിലാണ് ഇന്ന് എത്തിച്ചേരുന്നത്. LDF സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ ജനങ്ങളെ നേരിട്ട് കാണുന്നതിനുള്ള തിരക്കിലാണ്. ഒല്ലൂർ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിലാണ് അദ്ദേഹം നേരിട്ടും മറ്റ് പൊതുപരിപാടികളിലും ഇന്ന് സംബന്ധിക്കുക. ജില്ലയിൽ 1194 ലൊക്കേഷനുകളിലായി 2319 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. സ്ത്രീകളുടെ നേതൃത്വത്തിൽ പൂർണ്ണമായും പ്രവർത്തിക്കുന്ന പോളിംഗ് ബൂത്തുകളും 10% മാതൃകാ പോളിംഗ് ബൂത്തുകളും ഇത്തവണ സജ്ജമാക്കുന്നുണ്ട്. 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം എന്ന പ്രചാരണമാണ് ഇത്തവണത്തെയും തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. പ്രത്യാശയുടെ സന്ദേശം പകർന്ന് ക്രൈസ്തവ സമൂഹം നാളെ ഈസ്റ്റർ ആഘോഷിക്കും.
കുരിശുമരണത്തിന് ശേഷം മൂന്നാം നാൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണ പുതുക്കിയാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ഈസ്റ്ററിനോടനുബന്ധിച്ച് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരാധനാലയങ്ങളിൽ ഈസ്റ്റർ ആഘോഷം ആരംഭിക്കും. ഈസ്റ്റർ ആഘോഷങ്ങളിലേക്ക് കടക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് മത്സ്യ, മാംസ, പച്ചക്കറി വിപണികൾ സജീവം. ഈസ്റ്ററിന് മുന്നോടിയായി വിപണികളിൽ വലിയ തോതിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. മത്സ്യവിപണിയിൽ വലിയ വിലവർദ്ധനവ് ഇത്തവണയുണ്ട്. വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ പ്രത്യേക ചന്തകൾ നേരത്തെ ആരംഭിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഇടുക്കി കുമളിയിൽ നടക്കുന്ന 16ാമത് തേക്കടി പുഷ്പമേള കാണാൻ സന്ദർശകരുടെ വൻ തിരക്ക്. കുമളി തേക്കടി റോഡിൽ കല്ലറയ്ക്കൽ ഗ്രൌണ്ടിലാണ് 1.5 മാസം നീണ്ടു നിൽക്കുന്ന പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. മേളയിൽ 7 വയസ്സുവരെ പ്രായമായ കുട്ടികൾക്കും വികലാംഗർ, ഭിന്നശേഷിക്കാർ, അനാഥ മന്ദിരങ്ങളിലെ അന്തേവാസികൾ എന്നിവർക്കും പ്രവേശനം സൌജന്യമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. സ്വദേശത്തു നിന്നും പുറമേ നിന്നുമുള്ള പൂക്കളുടെ സമൃദ്ധമായ ദൃശ്യവിരുന്നാണ് തേക്കടി പുഷ്പമേളയിൽ ഒരുക്കിയിരിക്കുന്നത്. 200-ൽ പരം ഇനങ്ങളിൽപ്പെട്ട ചെടികൾ പൂത്തുനിൽക്കുന്ന 1,00,000-ലധികം പൂച്ചട്ടികളാണ് പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുള്ളത്. ആന്തൂറിയം, ഓർക്കിഡ് എന്നിവയുടെ പ്രത്യേക ശേഖരവും പഴവർഗ്ഗ തൈകൾ, വിവിധയിനം അപൂർവ സസ്യങ്ങൾ എന്നിവയും പ്രദർശനത്തിനായി എത്തിച്ചിട്ടുണ്ട്. സന്ദർശകർക്ക് ഫോട്ടോ എടുക്കുവാനായി ഫോട്ടോ പോയിന്റുകൾ, അമ്യൂസ്മെന്റ് പാർക്കുകൾ, റൈഡുകൾ, LED ഷോ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. രാജ്യമാകെ ഐത്തോച്ചാടന സമരങ്ങൾക്ക് മാർഗദീപം കൊളുത്തിയ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചിട്ട് ഇന്ന് 100 വർഷം തികയുന്നു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തെ പൊതുവഴിയിലൂടെ എല്ലാ മനുഷ്യർക്കും സഞ്ചരിക്കാനുള്ള അവകാശത്തിനു വേണ്ടി നടന്ന സത്യാഗ്രഹം 603 ദിവസമാണ് നീണ്ടത്. 1924 മാർച്ച് 30-നാണ് സത്യാഗ്രഹം ആരംഭിച്ചത്. കിഴക്കേ നട ഒഴിച്ചുള്ള എല്ലാ റോഡുകളും എല്ലാവർക്കുമായി തുറന്നുകൊടുത്ത് 1925 നവംബർ 23-നാണ് സമരം അവസാനിച്ചത്. കാസർഗോഡ് മുഹമ്മദ് റിയാസ് മൌലവി വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ടു. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇന്ന് കേസിൽ വിധി പറഞ്ഞത്. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ ബാലകൃഷ്ണനാണ് കേസ് പരിഗണിച്ചത്. കേസ് പരിഗണിക്കുന്ന 8ാമത്തെ ജഡ്ജിയാണ് ഇദ്ദേഹം. ഇതുവരെ ജാമ്യം ലഭിക്കാത്തതിനാൽ കേസിലെ പ്രതികൾ 7 വർഷക്കാലമായി ജയിലിൽ തന്നെയാണ്. പഴയ ചൂരി മദ്രസയിലെ അധ്യാപകനായിരുന്ന കുടക് സ്വദേശി മുഹമ്മദ് റിയാസ് മൌലവി 2017 മാർച്ച് 20-നാണ് കൊല്ലപ്പെട്ടത്. മലപ്പുറം വളാഞ്ചേരിയിൽ മാരകശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ അറസ്റ്റ് ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ വളാഞ്ചേരി കൊടുമുടിയിൽ നിന്നാണ് 1125 ജലാറ്റിൻ സ്റ്റിക്കുകൾ, 3340 ഇലക്ട്രിക് ഡിറ്റനേറ്റർ, 1820 മീറ്റർ സേഫ്റ്റി ഫ്യൂസ്, 4000 ഓർഡിനറി ഡിറ്റനേറ്റർ എന്നിവ പിടികൂടിയത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിനോദയാത്രയ്ക്ക് പോയ മെഡിക്കൽ വിദ്യാർത്ഥി കുറ്റ്യാടിപ്പുഴയിൽ മുങ്ങി മരിച്ചു. മാഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് ആൻഡ് ഹോസ്പിറ്റലിലെ 3ാം വർഷ BDS വിദ്യാർത്ഥിയും പോണ്ടിച്ചേരി കാരിക്കാൽ സ്വദേശിയുമായ എൽ ഗൌഷിക് ദേവാണ് കുറ്റ്യാടി ജാനകിക്കാട്ടിൽ പുഴയിൽ വീണ് മരിച്ചത്. നാളെ മുതൽ പാലക്കാട് വാളയാർ ടോൾ ബൂത്തിൽ നിരക്ക് വർദ്ധിക്കും. വാളയാർ പാമ്പാംപള്ളം ടോൾ ബൂത്തിലാണ് 3% വരെ നിരക്ക് കൂട്ടുന്നത്. ടോൾ നിരക്ക് വർധന കേരളത്തിലേക്കുള്ള ചരക്ക് നീക്കത്തെയും ടാക്സി ഡ്രൈവർമാരെയും സ്വകാര്യ ബസ്സുകാരെയും ബാധിക്കും. ടോൾ പ്ലാസയുടെ 20 കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്നവരുടെ വാണിജ്യേതര വാഹനങ്ങൾക്ക് പ്രതിമാസം ഈടാക്കിയിരുന്ന തുക 330 രൂപയിൽ നിന്ന് 10 രൂപ വർദ്ധിപ്പിച്ച് 340 ആക്കിയിട്ടുണ്ട്. ചലച്ചിത്ര നടൻ ഡാനിയൽ ബാലാജി അന്തരിച്ചു. 48 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. നെഞ്ചുവേദനയെ തുടർന്ന് ചെന്നൈ കൊട്ടിവാകത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. IPL-ൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലെ ഏകന സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവം. പത്രികാ സമർപ്പണം തുടരുന്നു. പ്രത്യാശയുടെ സന്ദേശം പകർന്ന് ക്രൈസ്തവ സമൂഹം നാളെ ഈസ്റ്റർ ആഘോഷിക്കും. രാജ്യമാകെ ഐത്തോച്ചാടന സമരങ്ങൾക്ക് മാർഗദീപം കൊളുത്തിയ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചിട്ട് ഇന്ന് 100 വർഷം. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.